ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്ലൂസ്റ്റിക് വ്ളോഗ്സ്. ഇന്നത്തെ ബ്ലൂസ്റ്റിക് വ്ളോഗ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അതിന് ചേർന്നും ബ്ലൂസ്റ്റിക് മീഡിയ ജോയിൻ ചെയ്തിട്ട് 2 വർഷമായി. 2 വർഷം നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെയ്യാൻ പോകുന്നത്. 2 വർഷമായതിന് 2 വർഷമായതിന് തലേദിവസം രാത്രി ഇവിടെ മഴയത്ത് നിന്ന് 2 ഫ്ലെക്സ് തന്നെ വലിച്ചു കിട്ടി. ഫ്ലെക്സ് കയറി വരുന്നിടത്തും കാലത്തും. അത് കഴിഞ്ഞ് പിന്നെ ഒരു സയൻസ് കാർഡ്, പിന്നെ ഒരു ഫീഡ്ബാക്ക് ഫോം പറയാൻ പറ്റിയല്ലേ, ഒരു ഫീഡ്ബാക്ക് ഞങ്ങളെ കുറിച്ച് എഴുതാനുള്ള ഒരു എഴുത്ത് കഴിഞ്ഞാണ് ഞങ്ങൾ ഡിജിറ്റൽ ചെയ്ത് ഗൂഗിൾ ഫോംസിലാണ് ചെയ്തത്. അത് ഫെയിൽ ആയി. സക്സസ്. അത് ഡിജിറ്റൽ ചെയ്തത് ഫുള്ളി സക്സസ്. പൊന്നോ ഒടുക്കത്ത അഭിനയം. ഇനി ഞങ്ങൾ കൈകൊണ്ട് എഴുതി കിട്ടട്ടെ എന്ന് ആലോചിച്ചില്ല, അല്ലേ? പിന്നെ ഞങ്ങൾ എല്ലാവർക്കും മുട്ടായി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മുക്കിന് മുള്ളിലൊട്ടിക്കാൻ സ്റ്റിക്കർ. ഇതാണ് ഞങ്ങളുടെ 2 ഇയറായ ക്യാമ്പയിൻ. അങ്ങനെ 2 കൊല്ലമായി. എല്ലായിടത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ ഒട്ടിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഹാർട്ടിൽ ഒട്ടിക്കാം. പിന്നെ അവിടെ ലാപ്ടോപ്പ് ഉണ്ടോ, ലാപ്ടോപ്പിൽ ഒട്ടിക്കാം. ആകാശം ലാപ്പിൽ ഞങ്ങൾ ഒട്ടിച്ചിട്ട് ബാക്ക് അടിക്കാത്ത അല്ല, ഞാൻ പറിച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് ഒട്ടിച്ചിട്ട്. എവിടെ കുട്ടിയിലോ? അല്ല, നിന്റെ ഇത് കൊടുക്കാല്ലേ? ബക്കറ്റോടെ കൊടുക്കരുത്. ഇല്ല, ഒരു വലിയ തമാശ പറഞ്ഞു. ഒരു കുഞ്ഞി ഫീഡ്ബാക്ക് ഞങ്ങൾ 2 പേരെ കൂടെ സ്റ്റിക്കർ ഇതിങ്ങനെ ഇങ്ങനെ ബാഡ്ജ് ആക്കി ഒട്ടിച്ചു. എവിടെയെങ്കിലും ഒട്ടിച്ചു പോയിട്ട് അങ്ങനെ ഞങ്ങള് 2 ദിവസമായി. ഇത് കൂടെ ഒരു ചെറിയൊരു ഫീഡ്ബാക്ക് പരിപാടിയും കൂടി ഇപ്പോ ചെറുത മലയാളം കണ്ടന്റിന്റെ ഒക്കെ പലപ്പൊക്കത്തല്ല ഞങ്ങൾക്കായി എന്തെങ്കിലും മുട്ടായി അത് പറയില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. Fries, staying visit for other music, പ്രത്യേകിച്ച് പറയാനില്ല, എല്ലാരും ഫ്ലെക്സ് ഒക്കെ കണ്ടല്ലോ. എന്തായിരുന്നു 2 ദിവസമായി. ഇനി പിന്നെ എന്തിനായി മൈക്ക് വേണ്ട ഉള്ളത് എന്നിട്ട് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് എഴുതി തരണം. 2 പേരുടെയും കൂടി ഒരുമിച്ച് എഴുതിയാണ് ബുദ്ധിമുട്ടാണ്. 2-3 നോക്കിയാക്കി എഴുതി മുട്ടായി നിങ്ങൾ പറഞ്ഞില്ല 2 വർഷത്തെ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ? അത് ക്യാമറ ഇതാണ് ഫീഡ്ബാക്ക് ഈ വന്ന ഇച്ചിരി കാത്തിന് ഈ കുറവാണ് എന്നെ അത് അതുകൂടി ഞാൻ എഴുതരാ. ഇന്ത്യയെ കുറിച്ച് ഞങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായം എഴുതുന്നതാണ് മോശം. എനിക്ക് എന്താ എഴുതിയോ എന്ന് പറഞ്ഞാൽ മോശം 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 അഭിപ്രായം. കൊടുക്കാൻ ഇത് എഴുതിത്ത ഫീഡ്ബാക്ക് മുട്ടായി ഷാജി ഏട്ടാ ഇവിടെ അരുതബു ഇത് പൊട്ടിച്ചത് അവന്റെ നെഞ്ചത്ത് കണ്ടോ, അതുപോലെ എല്ലാരും നെഞ്ചത്ത് പിന്നെ സ്റ്റിക്കർ സ്റ്റിക്കർ നെഞ്ചത്ത് തന്നെ ഒട്ടിക്കണം. ആദ്യത്തിനൊക്കെ നെഞ്ചത്ത് ഒട്ടിച്ചില്ലേ പിന്നെ അത് ഫീഡ്ബാക്കിന് എഴുതണം. നിനക്ക് വായിക്കാൻ എന്തെങ്കിലും ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വില കുറച്ച് കാണില്ലേ? ഗൂഗിൾ ട്രാൻസ്ലേഷൻ കുഴപ്പമില്ല. നീ അത് പറിച്ചെടുത്തിട്ട് നീ എവിടെയെങ്കിലും ഒട്ടിച്ചു ഇഷ്ടം പോലെ ഉണ്ട്. പോലീസ് നേരത്തെ നെഞ്ചത്ത് കണ്ടോ, അതുപോലെ എല്ലാം നെഞ്ചത്ത് നിന്നായി.
കറി മുട്ടായി സ്റ്റിക്കൻ പരുന്നില്ല സ്റ്റിക്കർ മുട്ടായി ഞങ്ങൾക്ക് എക്സപ്പറ്റ് ഇത് എഴുതി തരാനില്ല ഞങ്ങളെ പറ്റി ചേച്ചിക്ക് മുട്ടായി എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാൻ വേണ്ടി ഒരു സ്റ്റിക്കർ. അത് കണ്ടോ അവന്മാരൊക്കെ നെഞ്ച് തൊട്ട് വെക്കാം വേണമെങ്കിൽ ശരിക്കും ഉസ്റ്റിക്കിന് താഴെ തൊട്ട് വെക്കാം. അതേ പിടിക്കുന്ന കപ്പിലോ മങ്കിലോ. അയ്യോ എല്ലാ കപ്പിലും സ്റ്റിക്കർ ബ്ലൂസ്റ്റിക്കിലെ എല്ലാ കപ്പിലും നമ്മൾ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ 2 കൊല്ലമായി. ഞങ്ങൾ ചതയം കുളഞ്ഞ ദേവീശ്വരൻ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടവരെ എന്നാ ഞങ്ങൾ 2 വർഷമായി അറിഞ്ഞല്ലോ അല്ലേ ബൂസ്റ്റിക്ക് താഴത്ത് ഫ്ലെക്സ് നിങ്ങളെല്ലാരും ഇവിടെ ബാത്റൂമിക്കാൻ പറ്റില്ല. കൺഗ്രാറ്റുലേഷൻ. എവിടെ ഇനി സ്റ്റിക്കർ വേണോ? കാര്യം ഞങ്ങൾ 2 കൊല്ലം താരപ്പ് വീക്ക് വെക്കൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ കൊച്ചു ഞങ്ങളുടെ കുഞ്ഞൊരു സയൻസ്കാരും ഞങ്ങൾക്ക് ഞങ്ങളെ പറ്റി ചെറിയനായിട്ട് എഴുതാവുന്ന ഒരു കുഞ്ഞു പീപ്പിൾ എന്തെങ്കിലും ചെറിയൊരു അഭിപ്രായം ഞങ്ങളോടുള്ള സ്നേഹം പോകോ വലേട്ടാ. ട്രെയിനിലൊക്കെ വരത്തില്ല കല്യാണത്തിന് മൂക്കോട്ട് അതിനുമ്പോ മിഠായി കാർത്തിട്ടില്ല അവരെ ഇതല്ലോ കൊന്ന റിവ്യൂ ഒന്നുമില്ല. ഞങ്ങളെ കുറിച്ചുള്ള സ്നേഹം നിങ്ങൾ ആരാണ് കേട്ടെ? സ്റ്റിക്കർ നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ ഒട്ടിക്കാം, അല്ലെ അവന്മാരെ പോലെ നെറ്റ് തൊട്ടിക്കാം. എഴുതാനധികമല്ല. അച്ഛൻ എന്നെ വീട്ടിട്ട് നോക്കി അത് കാണിക്കേ. ഇത് കാര്യം ഇതൊക്കെയാണോ വരച്ചേ? ഇത്രയും വലിയ കഴിവേറി അതെ നിങ്ങൾ ഇനി നിങ്ങളുടെ ഇത് പറ, അതോടെ എന്ത് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു 2 വർഷത്തെ ബ്ലൂ സ്റ്റീക്ക് പറ. ഇല്ല ഒരു പേടി സ്വപ്നമാണ്. അതെ പറ പറ. ബ്ലൂ സ്റ്റേക്ക് നന്നായിരുന്നു. 2 വർഷം വളരെ മികച്ച ഒരു ഇവിടെ ഉള്ളവരൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. പ്രത്യേകിച്ച് HR എല്ലാത്തിലും ഭയങ്കര സപ്പോർട്ടീവ് ഫ്രണ്ട്ലി ആയിട്ട് എന്ത് വേണമെങ്കിലും തുറന്നു പറയാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ അനുവദിക്കുന്ന ഏതാച്ചാലും ഏത് മാനേജ്മെന്റ് ഉണ്ട്. നമ്മളിപ്പോ എവിടെയൊക്കെ ഒട്ടിച്ച് ഇവിടുത്തെ എവിടെയൊക്കെ ഒട്ടിച്ച് ടൈല വരെ ഒട്ടിച്ച് വെച്ചിട്ട് അതുവരെ HR നമുക്ക് സമ്മതിച്ചു. ബാത്റൂമില് ലിഫ്റ്റ് തുറക്കാഞ്ഞിട്ടാ. ലിഫ്റ്റ് തുറക്കാൻ ഞങ്ങൾ 100 വട്ടം നോക്കി. അവള് വലിച്ചു തുറക്കാൻ നോക്കി. ലിഫ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിച്ച് തുറക്കാൻ പറ്റാനാണ് ഞങ്ങൾ ഫ്ലക്സ് അടിക്കാന്നുള്ളതിലേക്ക് എത്തി. ലിഫ്റ്റ് തുറക്കാൻ പറ്റിയ ലിഫ്റ്റ് അത് പെയിന്റ് അടിക്കാനായിരുന്നു ഞങ്ങൾ പരിപാടി. ഇവരെ കൊടുത്തിട്ടില്ല. അപ്പൊ ഒരു എൻഡിങ് പറ. അപ്പം ഗൈസ് ഞങ്ങൾ ബ്ലൂ സ്റ്റീക്കിൽ വളരെ ഹാപ്പിയാണ്. ബ്ലൂ സ്റ്റീക്കിൽ റഹ്മാനി, ഇത് അവസാനത്തെ ആഘോഷമല്ലേ? അതെന്തിനാ പറയുന്നത്? അത് പറയല്ല, അതൊന്നും എഡിറ്റ് കേട്ടല്ലേ. അതെ വിഷമിക്കും കരയില്ല. എന്നാ ഓക്കെ. അങ്ങനെ അടുത്ത വർഷത്തെ ഫ്ലെക്സിലും ഉണ്ട്. അടുത്ത വർഷം ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടൻ അടിക്കുന്ന ഫ്ലെക്സിന്റെ മൂല്യം ഞാൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒപ്പോസിറ്റ് കുറച്ച് എന്നെ മറ്റേ പ്ലെയിനിൽ കയറി അതാണ്. അപ്പൊ എന്നെ ചേട്ടൻ പോയി. അപ്പൊ ഞാൻ ഇവിടെ വരും. അപ്പൊ ശരിക്കും അതായത് ഇതിനൊക്കെ ഇറങ്ങാൻ ഞാൻ വരുന്നത്. അപ്പൊ ഓക്കെ, ഒരു സൈനിങ് ഓഫ് പറ. ശരിക്കും പറഞ്ഞാൽ ഇതിന് സൈൻ ഓഫ് പറയേണ്ട ഞങ്ങളല്ല, ഒരു HR ആവുന്നല്ലേ. ഞങ്ങൾ ഹാപ്പിയാണ് ബ്ലൂ സ്റ്റീക്ക് മീഡിയ. ചേട്ടാ ഞങ്ങൾ ഹാപ്പിയാണ് ഇതിലുള്ളത് കൊണ്ട്.
നല്ല രണ്ട് നല്ല ആൾക്കാർ. അപ്പൊ ബൈ ബൈ അല്ലേ? ബൈ ബൈ.